നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കൈലാഷ് സർ വേണ്ട പ്ലീസ്. എന്റെ നേർക്ക് സാറ് കയ്യോങ്ങിയല്ലേ? ഇക്കാലം അത്രയും ഈ കമ്പനിക്ക് വേണ്ടി ഊണോർക്കവും വിശ്രമമില്ലാതെ പണിയെടുത്തവരാ ഞാൻ. ആ എന്നെ കൈലാഷ് സാർ എല്ലാം കയ്യോങ്ങിയല്ലേ? അതും ഇവൾക്ക് വേണ്ടി, ഈ പട്ടിക്കാട്ടുകാരിക്ക് വേണ്ടി. എന്നെ അടിക്കണോ കൈലാഷ് സാറിന്? അടിച്ചോ. അഹോരാത്രം കഷ്ടപ്പെട്ട് ഈ കമ്പനി ഈ കാണുന്ന നിലയിലേക്ക് വളർത്തി എന്നെ കൈലാഷ് സാറിനെ അടിക്കണമെങ്കിൽ അടിച്ചോ. അടിക്ക് കൈലാഷ് സാറേ, അടിക്ക് സാറേ, അടിക്ക് അടിക്ക് സാറേ. ഈ നാശം പിടുത്തവൾ സന്തോഷിക്കട്ടെ. അടിക്ക് സാറേ, അടിക്ക്. കരുണാകരൻ, അത്യാവശ്യ കോള് വന്ന കോൾ എടുക്കാനുള്ള പെർമിഷൻ ഞാൻ ഇവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് കരുണാകരൻ അറിയില്ലേ? പാർവതി ഫോൺ എടുത്തോണ്ട് ഇവിടുത്തെ പ്രൊഡക്ഷൻ നിന്നുപോയോ? പറ, പ്രൊഡക്ഷൻ നിന്നുപോയോ? പ്രൊഡക്ഷൻ നിന്നുപോയി തന്നെ നിങ്ങൾക്ക് എന്താ നഷ്ടം? നിങ്ങൾക്ക് എന്താ നഷ്ടം? എനിക്ക് എന്താ നഷ്ടം? എനിക്ക് നഷ്ടമൊന്നുമില്ല. നിങ്ങളുടെ കമ്പനിക്ക് ലാഭം ഉണ്ടായാലേ അനുഭവിക്കേണ്ടത് നിങ്ങൾ തന്നെയാ. പക്ഷേ നഷ്ടമുണ്ടായ പി.കെ. സാറോട് ഞാൻ സമാധാനം പറയണം. ഇവളുടെ നാട്ടില് നിങ്ങൾ ഉത്സവം കൂടാൻ പോയതുകൊണ്ട് മാത്രം ഈ കമ്പനിക്ക് ഉണ്ടായ നഷ്ടം 1 കോടി രൂപയാ. നിങ്ങൾ 4-5 പേര് കാണിച്ച ധിക്കാരത്തിനെ പി.കെ. സാറിനോട് സമാധാനം പറയേണ്ടതേ ഈ ഞാനാ. ഈ പട്ടിക്കാട്ടുകാരിക്ക് വേണ്ടി എന്റെ മെക്കെട്ട് കയറാനല്ലേ കൈലാഷ് സാറ് താല്പര്യം? തല്ലാൻ കയ്യോങ്ങിയതല്ലേ? തല്ലാൻ പറ്റാത്തതിന് നിരാശ ഉണ്ടാവും. തല്ലിക്കോ, ഞാൻ കൈയും കെട്ടി നിന്നേരാൻ സാറേ. തല്ലിക്കോ സാറേ. എന്നോട് ഒച്ച വെക്കരുത്. ഒച്ച വെച്ചാൽ സാർ വേണ്ട. പ്രശ്നം കൂടുതൽ വഷളാക്കാനല്ല നമ്മൾ നോക്കേണ്ടത്. പ്രശ്നം കൂടുതൽ വഷളാക്കാനല്ലേ നീ കൈലാഷ് സാറിനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്? എന്നിട്ട് സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് ഞാൻ വേണം. കൈലാഷ് സാറേ, ഇവന്റെ ചെവിക്കലിട്ട് ഒന്ന് കൊടുത്താ സാറിന്റെ കൈയുടെ കൈത്തിരിപ്പ് മാറും. കൊടുക്ക് സാറേ, കൊടുക്ക്. ജോലിക്കാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട. ഞാൻ എനിക്ക് തോന്നുന്നത് ചെയ്യും. എന്നെ ചോദ്യം ചെയ്യാനേ കൈലാഷ് സാറിന് അവകാശമില്ല. കൈലാഷ് സാറിനോട് സമാധാനം ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഇത് പ്രൊഡക്ഷൻ ചീഫായ എന്റെ ഏരിയയാണ്. കൈലാഷ് സാറിന് ക്യാബിനെ അനുവദിച്ച് തന്നിട്ടില്ലേ പി.കെ. സാറ്? കൈലാഷ് സാറേ, അതിനകത്തിരുന്നാ മതി. എന്നെ മേക്കാൻ വരരുത്. വന്നാൽ അത് കൈലാഷ് സാറിന് ദോഷമായിട്ട് വരും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്റെ മുന്നിൽ ആളാവാൻ നോക്കുന്നോ? കൈലാഷ്, കൈലാഷ് എന്തായി കാണിച്ചത്? ഇയാൾ എന്താണ് ചെയ്തതെന്ന് ഡാഡിക്ക് അറിയോ? അതല്ല എനിക്കറിയേണ്ടത്. നീ എന്ത് ധൈര്യത്തിലാ കരുണാകരനെ തല്ലിയത്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നീ ഇനി വരാൻ പാടില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ? ആരോട് ചോദിച്ചിട്ടാ നീ ഇവിടെ വന്നത്? എന്ത് ധൈര്യത്തിലാ നീ കരുണാകരനെ തല്ലിയത്? ഡാഡി, ഞാൻ എന്റെ വാക്കിന് പോലും വിലയില്ലാതായല്ലേ? എന്നെ ധിക്കരിക്കാൻ പോലും നിനക്ക് മടിയില്ലാതായി അല്ലേ? ഡാഡി, ഞാനൊന്ന് പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട. നീ നിന്റെ ക്യാബിനിലേക്ക് പോകാനല്ലേ പറഞ്ഞത്? സോറി കരുണാകരൻ. സാറില്ല സാർ. കരുണാകരൻ, ഇതൊന്നും മനസ്സിൽ വെക്കണ്ട. പോയി ജോലി ചെല്. ശരി സാർ. എല്ലാവരും പോയി ജോലി. ഞാൻ പറഞ്ഞില്ലേ അങ്കിൾ, പാർവതി കാരണോ
ഈ കമ്പനിയിലെ പ്രോബ്ലംസ് മുഴുവൻ ഉണ്ടാകുന്നത്. ആ പാർവതി ഇവിടെ ജോലിക്ക് വന്ന അന്ന് മുതൽ തുടങ്ങിയത്. അവൾക്ക് വേണ്ടി കൈലാഷ് കരുണാകരൻ സാറിനെ തല്ലിയെന്നുണ്ടെങ്കിൽ പാർവതി കൈലാഷിന്റെ മനസ്സിൽ എത്രമാത്രം വിഷം കുത്തിവെച്ചിട്ടുണ്ടാവും. പാർവതി മാത്രമല്ല സാർ, പ്രിയനും കൂടി ചേർന്നാണ് ഈ കമ്പനി കുത്തിത്തിരിപ്പ് മുഴുവൻ ഉണ്ടാക്കുന്നത്. അങ്കിള് പറഞ്ഞതിന് ശേഷം കൈലാഷ് ഈ ഭാഗത്തേക്ക് വരാറേ ഉണ്ടായിരുന്നില്ല. കരുണാകരൻ സാറിനെ തല്ലിക്കാനായിട്ട് കൈലാഷിനെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്നത് പ്രിയനാണ്. പ്രിയനെയും പാർവതിയെയും ഇനി ഇവിടെ നിർത്തിയാൽ കമ്പനിയിൽ മാത്രമല്ല അങ്ങളുടെ ഫാമിലിയിലും വലിയ പ്രശ്നങ്ങളുണ്ടാവും. കൈലാഷിനോടുള്ള അങ്കിളുടെ സ്നേഹവും വാത്സല്യവും എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്കിളിന് കൈലാഷിനെ വഴക്ക് പറയേണ്ടി വന്നില്ലേ? അതും ആര് കാരണ? പ്രിയനും പാർവതിയും കാരണം. അവര് ഇനി ഈ കമ്പനിയിൽ വേണോ? അങ്കിളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ജോലിക്കും പോകില്ല. നേരം വെളുക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നിടം വരെ ഇങ്ങനെ ആകാശം നോക്കി ആലോചിച്ചോണ്ടിരുന്നോ? 100 കൂട്ടം ആവശ്യങ്ങളുണ്ട്. അതിനെപ്പറ്റി ഒരു ചിന്തയില്ല. വലിയ ഏതോ ബിസിനസ്സുകാരന്റെ മകളുടെ കല്യാണം വരുന്നുണ്ട്. 4 ദിവസത്തെ ഫംഗ്ഷൻ ആണത്രേ. കാറ്ററിംഗ് ടീമിൽ എന്നെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാമെന്ന് മനു പറഞ്ഞിട്ടുണ്ട്. 4 ദിവസത്തെ ഫംഗ്ഷൻ. ആ 4 ദിവസം കൊണ്ട് കിട്ടുന്ന പൈസ മുഴുവൻ അടുത്ത ദിവസം തന്നെ തീരും. അതിനുശേഷം വീണ്ടും ഇങ്ങനെ ആകാശം നോക്കി ആലോചിച്ചോണ്ടിരിക്കാം അല്ലേ? അല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു സ്ഥിരം ജോലിക്ക് ഞാൻ ശ്രമിക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ലേ? കിട്ടണ്ടേ? സ്ഥിരം ജോലി കിട്ടിട്ട് എന്നെ മഹാറാണിയായിട്ട് വാഴിക്കാന്നല്ലേ നീ പറഞ്ഞത്? അത് ഈ ജന്മം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ സ്വാതി, ഇങ്ങനെ 24 മണിക്കൂറും ഓരോരോ കുറ്റങ്ങൾ പറയുന്നതിന് പകരം എപ്പോഴെങ്കിലുമൊക്കെ എന്നോട് നല്ല 2 വാക്ക് പറഞ്ഞൂടെ? ഞാനും ഒരു മനുഷ്യനാ. ശരി, നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം ഞാൻ പറയാം. നിനക്ക് ദുബായിലേക്കൊരു വിസ ശരിയാക്കുന്ന കാര്യം ഞാനൊരു ട്രാവൽ ഏജൻസിയോട് പറഞ്ഞിട്ടുണ്ട്. 2-3 മാസത്തിനുള്ളിൽ ശരിയാക്കി തരാമെന്നാ അവര് പറഞ്ഞിട്ടുള്ളത്. സ്വാതി, വല്ലപ്പോഴും കിട്ടുന്ന കാറ്ററിംഗ് ജോലി കൊണ്ടും ഡ്രൈവർ ജോലി കൊണ്ടും നമുക്ക് ജീവിക്കാൻ കഴിയോ കാർത്തിക്? ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊന്നും നാട്ടിൽ നിൽക്കുന്നില്ല. വിദേശത്ത് പോയി നല്ല കാശ് സമ്പാദിക്കുക. നിനക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളോണ്ട് നല്ല ജോലി തന്നെ കിട്ടും. ആരോട് ചോദിച്ചിട്ടാ എന്നെ ദുബായിലേക്ക് കെട്ടുകെട്ടിക്കാൻ നീ തീരുമാനിച്ചത്? എനിക്കിങ്ങനെ ദരിദ്രവാസിയെ പോലെ ജീവിക്കാൻ പറ്റില്ല കാർത്തിക്. ഇങ്ങനെ ജീവിച്ച് എനിക്ക് ശീലമില്ല. നിനക്കും അതറിയില്ലേ? 4-5 വർഷം നീ ദുബായിൽ ജോലി ചെയ്താ നമ്മളൊന്ന് പച്ച പിടിക്കും. ഒന്ന് സമ്മതിക്കു കാർത്തിക്. അകന്ന് കഴിയാൻ വേണ്ടി ആയിരുന്നെങ്കിൽ നമ്മൾ എന്തിനാ ഓടിപ്പോയി കല്യാണം കഴിച്ചത്? എന്റെ കോഴ്സും പൂർത്തിയാക്കി നല്ലൊരു ജോലി സംഘടിപ്പിച്ചതിന് ശേഷം വീട്ടുകാരുടെ സമ്മതത്തോടെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നില്ലേ?